കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉത്തരവ് റദ്ദാക്കി. വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് IAS നേരിട്ട് ഹാജരാകണം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേരുക. വിഷ്ണു, അത്തരത്തിൽ ഒരു കോടതിയലക്ഷ്യം ഉണ്ടായിട്ടില്ല എന്നാണ് സർക്കാർ വാദം. അത് കോടതി പൂർണ്ണമായി തള്ളി അല്ലേ? അശ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് കശുവണ്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. 2008 മുതൽ 2014 വരെ കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതികൾ അത് ഏകദേശം 11 വരുന്ന ഏജൻസികളാണ് അന്വേഷിച്ചത്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി എക്സ്പെർട്ട് കമ്മിറ്റി തന്നെ അതിലൊരു അന്വേഷണം നടത്തി. അതിൽ ഇന്റർനാഷണൽ ട്രേഡിംഗ് ഉള്ളതുകൊണ്ട് CBIക്ക് അന്വേഷണം വിടണമെന്ന് ഹൈക്കോടതി എക്സ്പെർട്ട് കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചു. ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം CBI അന്വേഷണം ഏറ്റെടുത്തു. അന്വേഷണം പൂർത്തിയാക്കി. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രണ്ടുപേരും സർക്കാർ ഏജൻസിയുടെ ഭാഗമായി, അതായത് ഈ കേസിൽ പ്രധാനപ്പെട്ട ആരോപണം നേരിടുന്ന ആളുകൾ, അതിലൊന്ന് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായും അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ MDയുമായ K രതീഷും R ചന്ദ്രശേഖരനുമാണ്. രണ്ടുപേരുമാണ് ആരോപണം നേരിടുന്നത്. അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ അതിന് പ്രോസിക്യൂഷന്റെ അനുമതി വേണം, സർക്കാരിന്റെ അനുമതി വേണം. പക്ഷേ സർക്കാർ ആ അനുമതി നൽകാൻ തയ്യാറായില്ല. 2 തവണയും സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഇതിൽ അതായത് അഴിമതി നിരോധന നിയമം നിലനിൽക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. ഒരു തരത്തിലും അഴിമതി നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി അറിയിച്ചപ്പോഴും കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം വന്നിരുന്നു. ഒരു ഇടത് സർക്കാരിന്റെ ഭാഗത്ത് ഇങ്ങനൊരു നിലപാട് പ്രതീക്ഷിക്കുന്നില്ല എന്ന വിമർശനമാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തവണ ഈ ഹർജി സത്യവാങ്മൂലം പരിശോധിച്ച ഘട്ടത്തിൽ പറഞ്ഞത്. ആ ഘട്ടത്തിൽ അതിനകത്താണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കോടതി അലക്ഷ്യം നിലനിൽക്കും എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷൻ അനുമതി, അതായത് സർക്കാർ ഇതിന് അനുമതി നൽകാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചൊരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് റദ്ദാക്കി. വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനോട് നേരിട്ട് ഹാജരാകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. INTUC നേതാവ് കടകംപള്ളി മനോജ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കോടതി അലക്ഷ്യം നിലനിൽക്കുമെന്ന ഉത്തരവിലേക്ക് ഹൈക്കോടതി പോയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.